ചേട്ടൻ ഷർട്ടൊക്കെ ഇട്ട് ട്രൗസറൊക്കെ ഇട്ട് അയ്യോ ചേട്ടൻ്റെ ചേട്ടൻ ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ പോവാണ്. ട്രിപ്പ് പോകണമെന്നല്ല കേട്ടോ, ഉണ്ണിയും കൊണ്ട് ആശുപത്രിയിൽ പോവാണ്. അപ്പോൾ അവനെ കാണിക്കാനുണ്ട്, അവനെ 5 ദിവസം കഴിയുമ്പോൾ കാണിക്കാൻ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ്. പോകാൻ വേണ്ടി ഡ്രസ്സൊക്കെ മാറി ഓട്ടോറിക്ഷക്കാരനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. അത് ബേബി അതങ്ങോട്ട് എങ്ങടെ പോണേ? ടാറ്റ പോണ്ട. അയ്യോ, ഇവിടെ ഫുള്ള് എല്ലാ സാധനങ്ങളും വലിച്ചെറിഞ്ഞ് ഒരാൾ നിൽക്കാട്ടാ. വേണ്ട, എല്ലാ സാധനങ്ങളും വലിച്ചെറിഞ്ഞേക്കാ. അമ്മച്ചിട്ട് കഴിഞ്ഞാ വണ്ടി വന്നിട്ട് ഓട്ടോറിക്ഷ വന്നിട്ട് പുറത്ത് വേഗം സ്പീഡ് അതുകൂട്ടാ. അതുകൊണ്ട് ഉണ്ണീനെ നോക്കട്ടെ, അവൻ ഒച്ചെടുക്കുന്നുണ്ടോ നോക്കാം. ഇപ്പൊ രണ്ടുപേരും കൊണ്ടാ പോണേ, ഞങ്ങൾ രണ്ടുപേരും കൂടി. ഇനിയിപ്പൊ അവിടെ ചെല്ലുമ്പോ ആദ്യം ബേബി അങ്ങ് വാശി പിടിച്ച പണിയായി. പിന്നെ അവനും എടുത്തുകൊണ്ട് എടുക്കണം, ഇവനും എടുത്തുകൊണ്ട് എടുക്കേണ്ടി വരും. അപ്പൊ പണിയാവും. ഇനിയിപ്പോ ചെല്ലുമ്പോ ചിലപ്പോ പ്രശ്നം ഉണ്ടാവില്ല, ചിലപ്പോ അവൻ ആശുപത്രിയിൽ ഇങ്ങനെ നടന്നോളും. കാരണം അന്ന് നടന്ന് പരിചയമുള്ള കാരണം ചിലപ്പോൾ അവൻ നടന്ന് പൊക്കോളും. ഇനിയിപ്പോൾ എനിക്ക് അസുഖം അങ്ങനെ വയ്യായിക ഉണ്ടായിട്ട് നമ്മൾ പോകണ്ടല്ല, അത് ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോൾ 5 ദിവസം കഴിയുമ്പോൾ ചെല്ലാൻ പറഞ്ഞിട്ട്. കാരണം ഈ മഞ്ഞപ്പ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് അവർക്കൊന്ന് നോക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഉണ്ടെന്ന് അവർക്ക് തോന്നണമെങ്കിൽ ടെസ്റ്റ് അങ്ങനെ എന്തോ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ചെല്ലാൻ പറയണത്. അല്ലാണ്ട് വേറെ അസുഖങ്ങളോ പ്രശ്നങ്ങളായിട്ട് നമ്മൾ പോകണ്ടല്ല. അപ്പോൾ അത് ചെന്ന് കഴിയുമ്പോൾ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ എന്ന് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് പോകണം. എന്തെങ്കിലും പ്രശ്നം, എന്തെങ്കിലും ഒരു മഞ്ഞപ്പ് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവരവിടെ അഡ്മിറ്റ് ആക്കും. അപ്പോൾ അതൊരു പ്രശ്നമാവും. അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. വീട്ടിൽ വന്ന് പിന്നെ ചെറിയ ഇളം വെയിൽ കൊള്ളിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇളം വെയിൽ പോയിട്ട് ഫുള്ള് ഇങ്ങനെ മൂടി കെട്ടി നിൽക്കുക. അതുകൊണ്ട് വെയിലും കൊള്ളിക്കാൻ പറ്റണില്ല. പക്ഷെ ഡയറക്റ്റ് വെയിൽ കൊള്ളിക്കരുതെന്നാണ് ഇപ്പൊ പറയണേ. എന്നാലും നമ്മള് പുറത്തൊക്കെ ഇരിക്കുമ്പോഴെങ്കിലും ചെറിയൊരു വെയിൽ കിട്ടൂലോ, അതും കൊള്ളിക്കാൻ പറ്റണില്ല. അപ്പൊ ഈ മഞ്ഞപ്പ് ഉണ്ടാവാണ്ട് ഹോസ്പിറ്റലിൽ പുൽക്കാട്ടുശ്ശേരി ഹോസ്പിറ്റലിലാണ് കേട്ടോ. ഞങ്ങളിതേ ഹോസ്പിറ്റലിൽ എത്തിയിട്ടാ. നല്ല മഴയാണ്. ഉണ്ണീനെയും കൊണ്ടുവന്നേക്കണ്ട, മഴ പെയ്യുന്നുണ്ട് നല്ലോണം. ആദ്യം ബേബി അവിടെ പോയി നിൽക്കുന്നുണ്ട്. ഡോക്ടർ വന്നിട്ടുണ്ടാവൂലേ? ഇവിടെ നല്ല തിരക്കാ. ഞങ്ങളിതേ ഹോസ്പിറ്റലിൽ എത്തിയിട്ടാ. ഞാനുണ്ട്, അമ്മച്ചിയുണ്ട്, ആദ്യം ബേബി. ഞങ്ങൾ 3 പേരും കൂടി വന്നിട്ടില്ല. അല്ല, ഞങ്ങൾ 2 പേരും 2 ഉണ്ണികളെയും കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ ഡോക്ടറെ കാണണം. അത് കഴിയുമ്പോൾ വീട്ടിൽ പോവാലോ. എപ്പോൾ പോവോ? കഴിയും. ഫാർമസിയിൽ കിടക്കണ്ടോ? വീടല്ലേ കുഞ്ഞു? ഇങ്ങടെ നോക്കിയേ. ഇപ്പൊ പൊന്തൂലോ ലിഫ്റ്റ്? ഇപ്പൊ ലിഫ്റ്റ് പൊന്തൂലോ? ഉണ്ണി നല്ല ഉറക്കത്തില്ല കേട്ടാ. അവിടെ ഡോക്ടറെ അടുത്ത് എത്തി കഴിയുമ്പോ കറിയും. അപ്പൊ പാല് കൊടുക്കേണ്ടി വരും. നടക്കാം പോണേ പൊടിയുണ്ടല്ലോ. കാര്യന്വേഷണത്തിന് മറ്റവനും കൂടി ഉണ്ടാക്കി ഇപ്പൊ മറിച്ചേനെ അവിടെ പൊളിച്ചേനെ. ഡോക്ടർ വന്നിട്ടുണ്ട്. പക്ഷെ 7 നമ്പറായി. ഞങ്ങളുടെ നമ്പർ 4ആയിരുന്നു. ഈ 5 നമ്പർ കഴിഞ്ഞിട്ട് വിളിക്കുള്ളൂ. അപ്പോൾ ഇവിടെ ഇനി വെയിറ്റ് ചെയ്യണം. 5 നമ്പർ കഴിയണമോ? അല്ലെങ്കിൽ 9:30 വരാൻ പറഞ്ഞിട്ടുണ്ടായി. പക്ഷെ 9:00 വന്നാൽ നമ്മൾ പോസ്റ്റ് ആവും. 10:45 ഇപ്പോൾ സമയം. അവിടെ ഇരിക്കുന്നുണ്ടല്ലോ. ആദ്യം ബേബി എന്നെ കൊണ്ട് നടക്കാം ആശുപത്രിയിൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അമ്മാമ്മ ഇവനെ കൊണ്ടെടുക്കണ്ടായില്ലോ, അതുപോലെ എന്നെ വലിച്ചുകൊണ്ട് നടക്കാൻ വേണ്ടി കൈ പിടിച്ചേ. ചെക്കുട് വയ്ക്കും. എങ്ങടെ പോണേ? സാധനം കൈ പിടിച്ചിട്ട് പോണ്. അതും ബേബി എന്നിട്ട് കാണിക്കണതേ വണ്ടിയുടെ പരിപ്പവൻ ഇളക്കി ആശുപത്രിയിൽ. സാധനങ്ങളൊക്കെ അതേ പറിച്ചെടുത്തതേ നിൽക്കുന്നു. ഹോസ്പിറ്റലിലെ പരിപാടികൾ കഴിഞ്ഞതേ. അമ്മച്ചിത് ഉണ്ണിനെ കൊണ്ട് പോകുന്നുണ്ട്. 6 ഡ്യൂട്ടിയുണ്ട്. ഈ വീട്ടിലേക്ക് പോകണം ഡയറക്റ്റ്.
അപ്പൊ നമ്മൾ ആശുപത്രിയിൽ പോയിട്ട് വന്നു, തിരിച്ചു വന്നു. ആദമാവെ കൊണ്ടൊരു കുഴപ്പമുണ്ടായില്ല. ആദമാവെ കൊണ്ടും കുഴപ്പമുണ്ടായില്ല, നമ്മുടെ ഉണ്ണിയെ കൊണ്ടും കുഴപ്പമുണ്ടായില്ല. എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അമ്മാമ്മ അവിടെ ആശുപത്രിയിൽ കൊണ്ട് നടന്ന കാരണം ആശുപത്രിയിൽ വന്നവരൊക്കെ ഇവന് പരിചയ. അവരൊക്കെ ചോദിക്കുന്നത് ഇവ ചോറ് തിന്നുന്നുണ്ടോ 5 ദിവസമായിട്ടുണ്ടല്ലോ. അപ്പൊ എല്ലാവർക്കും ഇവനെ പരിചയമാണ്. അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നവരാണ്. അപ്പൊ എല്ലാവർക്കും പരിചയം. അപ്പൊ ഇവൻ നടക്കണ കാണുമ്പോ എല്ലാവരും ചോദിക്കുക ഇവൻ ചോറ് തിന്നണുണ്ടോ, കാരണം അമ്മാമ്മ ആശുപത്രി ഫുള്ള് കൊണ്ടുവന്നിട്ടേ ചോറ് തിരിക്കാറ്. ഉണ്ണീനെ ഡോക്ടർ മറ്റേ ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങനെ തുറന്നിട്ട് ഇറക്കിന്ന് തുറന്നു കഴിഞ്ഞപ്പോ അവൻ കിടന്ന് മിരട്ടുന്നു ഡോക്ടറെ. എന്റെ കയ്യിൽ തരണം, അല്ലാണ്ട് പറ്റില്ല, എടുക്കാൻ പറ്റില്ല, തൊടാനും പാടില്ല. ബ്ലഡ് ടെസ്റ്റുകളൊക്കെ അവര് നമ്മള് ഡിസ്ചാർജ് ആവണതിന് മുന്നേ ചെയ്തിട്ടുണ്ടായതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ടെസ്റ്റുകളൊന്നും ഉണ്ടായില്ല. പിന്നെ എന്തൊരു വിശേഷം. പിന്നെ ഡോക്ടർ പിന്നെ ഇവനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇവൻ ആ ഡോക്ടറുടെ റൂമിൽ ചെന്നിട്ട് അവിടുത്തെ സാധനങ്ങൾ എടുക്കുക, അവിടേക്ക് ഇറങ്ങി നടക്കുക, പിന്നെ ആളുടെ അടുത്തേക്ക് ചെല്ലുക, അതൊക്കെയായിരുന്നു പരിപാടി. ഇവിടെ ഇട്ടിട്ടതേ ചേട്ടൻ ഷർട്ടൊക്കെ ഇട്ട് ട്രൗസറൊക്കെ ഇട്ട് അമ്മേതേ പോണു ചേട്ടൻ. അയ്യോ ചേട്ടൻ പോണു ചേട്ടൻ. അടി അടി എല്ലാവർക്കും അടി. അവിടെ ഒരു കൊച്ചു നിൽക്കണ്ടായി, അവനോടും പറയണ്ടേ അടി അടി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ നമുക്ക് മരുന്നുകളൊന്നും വാങ്ങിക്കേണ്ടി വന്നില്ല, അതുകൊണ്ട് ഫാർമസിയിൽ ക്യൂ നിൽക്കേണ്ടി വന്നില്ല. പിന്നെ എന്താ പറയുക, കാരണം മരുന്നുകളൊക്കെ അന്ന് ഡിസ്ചാർജിൻ്റെ അന്ന് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് മരുന്നുകളൊന്നും വാങ്ങണ്ടായില്ല. ഓട്ടോറിക്ഷ കൊണ്ടുപോയിട്ടാണെങ്കിൽ ആ ചേട്ടനാണെങ്കിൽ വരാനും തിരിച്ചു വരാനുള്ള തിരക്ക്. അപ്പൊ പിന്നെ ഭാഗ്യത്തിന് ഫാർമസിയിൽ പോകേണ്ടി വന്നില്ല. ഫാർമസിയിൽ പോയി കഴിഞ്ഞാൽ കുറേ നേരം ക്യൂ നിൽക്കേണ്ടി വരും, കാരണം കുറേ നമുക്ക് ടോക്കൺ തന്ന് നമ്പർ വിളിച്ചിട്ട് വേണം അവിടെ നിന്ന് മരുന്ന് വാങ്ങിക്കണമെങ്കിൽ. അപ്പൊ അത് സമയം എടുക്കും. പക്ഷെ അത് വാങ്ങേണ്ടി വന്നില്ല, അതുകൊണ്ട് നമുക്ക് കറി കഴിക്കണം. നോമ്പ് വീടിയ പിന്നെ കഴിച്ചിട്ടില്ലല്ലോ. പക്ഷെ അമ്മച്ചി ചക്ക വേവിച്ചത് കുറച്ച് വേവ് കൂടിപ്പോയി, പായസമായിട്ട്. ചക്കകള് വെള്ളം കയറിയണ തന്നെ കളക്കുമ്പോഴേക്കും എന്ത് വരും പായസമായി പോയി. ചെവിക്കൊന്നും ഇഷ്ടമല്ല, എന്നാലും നമ്മുടെ ഉണ്ണിയെ ആശുപത്രിയിൽ നിന്ന് വന്നേ പിന്നെ ഉണ്ടല്ലോ നല്ല ഉറക്ക. കൊച്ചിന് ക്ഷീണായിന്നോ ആശുപത്രിയിൽ നിന്ന് വന്നിട്ട്. ഇന്നത്തെ രാത്രിയിലത്തെ കാര്യം തീരുമാനമായിട്ടുണ്ട്. ഇന്ന് ഉറങ്ങാൻ പറ്റുന്ന പ്രതീക്ഷിക്കേ വേണ്ട, ആ മാതിരി ഉറങ്ങണ്ട്. ഇന്നലെ ചേട്ടനായിരുന്നു, ഇന്ന് അനിയനായിരിക്കും. ഇന്ന് ഉറങ്ങലുണ്ടാവില്ല, ഇപ്പൊ പൂർത്തിയാവും. ചേട്ടന് മറ്റേ കാണിക്കണേ ഒളിച്ചു കളിക്കേ. ചേട്ടന് ആകെ അടച്ചല്ല, ചേട്ടൻ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കണം. ആ ഉണ്ണി 2 റൗണ്ട് അമ്മിച്ച് പാടത്ത് കൊണ്ടുപോയിട്ടെ പോന്നേക്കണേ. കണ്ട നമ്മുടെ ചക്കപ്പായസായി പോയി. ആ അതന്നെ അടി അടി. നമ്മുടെ ഡിന്നിമോൾക്കാണെങ്കിൽ ഈ ചക്ക ഭയങ്കര ഇഷ്ടാവും. ഡിന്നിമോൾക്ക് പായസാക്കി ഇങ്ങനെ മറ്റേ കുഴച്ച് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്, ബിളുബിളുന്ന്. പക്ഷെ ഇവിടെ ഇങ്ങനെ പായസം ആവാറില്ല കേട്ടാ. ഇതിപ്പോ ഇത് പായസമായിണ്ട്. ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് നാളെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ സന്തോഷായി നിനക്ക്? കള്ളത്തരങ്ങള് പൊള്ളി കഴിഞ്ഞ നല്ല രസം ഉണ്ടാവട്ടാ. നമ്മുടെ ചക്കയും ബീഫും കാച്ചാൻ പോകുന്നു, കാച്ചി ഒഴിക്കാൻ. ആ ബേബിക്ക് വാശിയാട്ടാ. അവിടെ പിള്ളേർക്ക് പനി വരാൻ എന്താണാവോ? പനിയുടെയും കൂടി ഒരു കുറവുള്ളൂ, ബാക്കി എല്ലാം ഓക്കെയാണ്. ഫുഡിന്റെ കഴിഞ്ഞ് ഞാൻ ആദംബേരിക്ക് പാല് കാച്ചണം, ആദംബേരിനെ കുളിപ്പിക്കണം. അപ്പൊ അതോടുകൂടി ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞു. നാളെ രാവിലെ വീണ്ടും ഇതേ റൂട്ടീൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു. എന്തായി കഴിഞ്ഞ പണികൾ കഴിഞ്ഞ? നമ്മുടെ ചക്കയും ബീഫും വളരെ മനോഹരമായ അമ്മച്ചി പായസ രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട്. കുക്കർ എടുക്കല്ലേ?
നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മള് വീട്ടിലെത്തി. ഇനി ഫുഡ് കഴിക്കണം. പണികളൊന്നും ചെയ്തിട്ടൊന്നുമില്ല, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്നുള്ളൂ. അപ്പൊ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.